ഞാൻ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫുൾജാർ സോഡയെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് വളരെയധികം പേർ കണ്ടിരുന്നു, അതുപോലെ കമന്റും ചെയ്തിരുന്നു. അതിൽ ഫുൾജാർ സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ ആരെല്ലാമാണ് കുടിക്കുന്നതെന്നും ഒഴിവാക്കേണ്ടതെന്നും ഞാൻ വളരെ ചുരുക്കി അതിൽ കൂടി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്നിവിടെ ഞാൻ ഫുൾജാർ സോഡ കുടിച്ചാൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഫുൾജാർ സോഡ കൊണ്ട് വല്ല ഗുണങ്ങൾ ശരീരത്തിലുണ്ടോ, അതെല്ലാം മൊത്തം ദോഷമാണോ ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്നിങ്ങനെയാണ് ഇവിടെ ഞാൻ വിവരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും എത്തിക്കുക. ഈ വീഡിയോ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ. Hello everyone, this is Hashim Muhammad and you are watching my YouTube channel Best Tips by Hashim. ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു വാർത്തയാണ് ഫുൾജാർ സോഡ. യൂട്യൂബ് തുറന്നാൽ ഫുൾജാർ സോഡയുടെ വീഡിയോകളാണ് എല്ലായിടങ്ങളിലും. അതുപോലെ ഫുൾജാർ സോഡയിൽ ഒരു വെറൈറ്റി ആക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള റെസിപ്പികൾ അതിലേക്ക് കൂട്ടുകയാണ്. അമിതമായ ഉപ്പും അമിതമായ പഞ്ചസാരയും അതുപോലെ അമിതമായ കളറും കൃത്രിമമായ കളറും അല്ലെങ്കിൽ വളരെ പുളിയുള്ള ഫ്രൂട്ട്സ് പൾപ്പുകളും എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള അറിയുന്നതും അറിയാത്തതുമായുള്ള സാധനങ്ങളിട്ട് മിക്സ് ചെയ്ത് ലായനിയാക്കി സോഡയിൽ കലർത്തി എല്ലാവരും കുടിക്കുകയാണ്. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ മുമ്പ് ഫുൾജാർ സോഡയെ കുറിച്ച് കാണിക്കുമ്പോൾ അതിൽ ഇടുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്ന് കാണിച്ചിരുന്നു. അതുപോലെ ആ വീഡിയോയിൽ ഞാൻ ചില ആളുകൾ ഇത് തീരെ കുടിക്കാൻ പാടില്ല എന്ന് കൂടി പറഞ്ഞിരുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഫുൾജാർ സോഡ ദോഷം ചെയ്യുന്നത് ആർക്കെല്ലാമാണ് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായി, അസിഡിറ്റി രോഗമുള്ളവർ ഇത് കുടിക്കരുത് എന്നതാണ്. സോഡയിൽ അടങ്ങിയിരിക്കുന്നത് കാർബണേറ്റ് ആസിഡ് ആണ്. അതുപോലെ അമിതമായ എരിവ് കൂട്ടാൻ വേണ്ടി ചേർത്തിട്ടുള്ള മുളക്, കാന്താരി മുളക് എന്നിവയെല്ലാം അസിഡിക് ആണ്. ഇത് രണ്ടും മിക്സ് ആവുമ്പോൾ ശരീരത്തിലെ pH ലെവൽ കുറയുകയും അമിതമായ അസിഡിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. 2, പുളിച്ചുതട്ടൽ, ഗ്യാസ്ട്രൈറ്റിസ്, അതുപോലെ നെഞ്ചരിച്ചിൽ, കുടലിന് പ്രശ്നമുള്ളവർ എല്ലാവരും ഇത് പതിവാക്കാതിരിക്കുക. ഇത് കുടിക്കുന്നത് പതിവാക്കാതിരിക്കുക, കഴിയുമെങ്കിൽ ഒഴിവാക്കുക. 3 പറയുകയാണെങ്കിൽ മലംപിടുത്തമുള്ളവർ, പൈൽസ് ഉള്ളവർ ഇത് ഒഴിവാക്കിയാൽ വളരെ നല്ലതാണ്. അതുപോലെ വയറിൽ അൾസർ ഉള്ളവർ ഇത് കുടിക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കുക. 4 പറയുകയാണെങ്കിൽ ഫാറ്റി ലിവർ അസുഖമുള്ളവർക്ക്, ശ്രദ്ധിച്ചു കേൾക്കണേ, ഫാറ്റി ലിവർ അസുഖമുള്ളവർ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അമിതമായ പഞ്ചസാര ഇതിൽ ഉള്ളതുകൊണ്ടാണ് ഫുൾജാർ സോഡ ഇതിന് ദോഷം ചെയ്യുമെന്ന് ഞാൻ പറയുന്നുള്ളത്. 5 പറയുകയാണെങ്കിൽ കഴിയുന്നതും വെറും വയറ്റിൽ കുടിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ 6 പറയുകയാണെങ്കിൽ ഫുൾജാർ സോഡയിൽ കൂടുതൽ എരിവിട്ട് കുടിക്കുന്നത് ഒഴിവാക്കുക. 7 പറയുകയാണെങ്കിൽ കിഡ്നി അസുഖമുള്ളവർ ഫുൾജാർ സോഡ ഒഴിവാക്കേണ്ടതാണ്. കാർബണേറ്റ് വാട്ടറും അതും അമിതമായി അടങ്ങിയിട്ടുള്ള ഉപ്പും കിഡ്നിക്ക് വളരെയധികം ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ്. 8 പറയുകയാണെങ്കിൽ ശരീരഭാരം കുറയ്ക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഫുൾജാർ സോഡ നല്ലതല്ല. ഇതിലടങ്ങിയ ചേരുവകൾ അവരുടെ ശരീരഭാരം കൂട്ടുവാൻ സഹായിക്കുന്നു. അതുപോലെ 9 പറയുകയാണെങ്കിൽ നല്ലപോലെ നുര വരുവാൻ വേണ്ടി ലായനിൽ ചേർക്കുന്ന ഉപ്പുപൊടി പ്രഷർ അസുഖങ്ങൾ ഉള്ളവർക്ക് വളരെയധികം ദോഷം ചെയ്യുന്നു. അതുപോലെ ഇത് കുടിക്കുകയാണെങ്കിൽ വീട്ടിൽ വെച്ച് ഉണ്ടാക്കി തന്നെ കുടിക്കുക. ഇതിൽ ഇടുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ തന്നെ അറിയേണ്ടതാണ്. ഇതിൽ ചേർക്കുന്ന കളർ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. വഴിയോരങ്ങളിലെ കടകളിൽ നിന്നും ഇത് കുടിക്കുകയാണെങ്കിൽ വളരെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കുടിക്കുക. ഇല്ലെങ്കിൽ തീർച്ചയായും ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളുടെ കൂമ്പാരമായിരിക്കും നമുക്ക് പിടിപെടുക. അപ്പോൾ ഫുൾജാർ സോഡ എന്തെല്ലാം സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നുവെന്നും ഇത് ആരെല്ലാമാണ് ഒഴിവാക്കേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കഴിയുന്നതും ഇതുപോലെയുള്ള വളരെ വിജ്ഞാനപരമായ വീഡിയോകൾ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ഫേസ്ബുക്ക് പേജിലോ കൂടാതെ മറ്റു എല്ലാ മാധ്യമങ്ങളും കൂടി ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമ്മുടെ ഒരു ഷെയർ വേറെ ഒരാൾക്ക് തീർച്ചയായും ഉപകരിക്കും എന്ന് ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മളാൽ കഴിയുന്ന ഒരു നല്ല കാര്യമായി കരുതി എല്ലാവരും എത്തിക്കുക. ഇനിയും ഇതുപോലെയുള്ള വളരെ വിജ്ഞാനപരമായുള്ള വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്ന് കാണണമെങ്കിൽ എന്റെ ചാനൽ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഇതുപോലെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് ഉടനടി നോട്ടിഫിക്കേഷൻ നൽകുകയുള്ളൂ. ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരുവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെയുള്ള ബെല്ലൈക്കൺ അമർത്തണം എന്ന് ഞാൻ പറയുന്നുള്ളത്. ഇങ്ങനെ അമർത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള വിജ്ഞാനപരമായുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായും ബെല്ലൈക്കൺ അമർത്തുവാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഇതുപോലുള്ള ഷെയർ ബട്ടൺ അമർത്താവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ ഐ കം വിത്ത് എനി വീഡിയോ, ദിസ് is Hashim Muhammad signing off.